Hey everyone, welcome back to yet another video. We are going out ഇന്നൊരു സൺഡേ ആണ്. So I thought of taking a Sunday evening vlog. We'll go out കുറച്ച് ഷോപ്പിംഗ് ഒക്കെ. I thought I'll take you with me. So yeah, come with me for shopping. ഇപ്പോൾ സമയം 6 മണിയായി. എൻ്റെ അടുത്ത് ഒരുങ്ങി നിൽക്കുക ഇപ്പോൾ വരും എന്ന് പറഞ്ഞതാണ് എൻ്റെ ഫ്രണ്ട്. എന്നിട്ട് 6 മണിയായിട്ടും വന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ 6 o'clock. വൈ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ ടൈമിൽ ഐ ഷോ യു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഒരാളാണ്, 1 മണിക്കൂറായി ഇതുവരെ കണ്ടില്ല. ഐ ഷോ യു മൈ ഓർക്കിഡ്സ് ലൈക്ക് മൈ. അങ്ങനെ വീണ്ടും ഞാനൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ഒരു 6:20 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി, ബിക്കോസ് ഇനിയും വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കരുനാഗപ്പള്ളി കാണാത്ത കുറേ ആൾക്കാരുണ്ടെങ്കിലോ, കുറേ എന്നല്ല, നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കരുനാഗപ്പള്ളി അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കരുനാഗപ്പള്ളി. ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ട് റോഡിൽ. ബട്ട് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ, ഉടനെ ഓപ്പൺ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് വിൽ ഡെഫിനറ്റ്ലി ഡു എ സ്റ്റുഡിയോ വ്ലോഗ്. നമുക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോപ്പിംഗ് ആയിരുന്നു. കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ ഇവിടെ കരുനാഗപ്പള്ളി ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. ദെൻ വെജിറ്റബിൾ സെക്ഷനിലോട്ടൊക്കെ പോയി. അങ്ങനെ ആണ് ചൈനീസ് ക്യാബേജും അങ്ങനത്തെ ഒക്കെ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടത്. പിന്നെ മിൽക്കി മിസ്റ്റ് ബിസ്ക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പോയി. പക്ഷേ പിന്നെ ഞാൻ കഴിക്കേണ്ടാത്ത കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു, ഞാനത് എടുത്തില്ല. പിന്നെ അതായത് കണ്ടില്ലേ, അതാണ് ചൈനീസ് ക്യാബേജ്. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് അത്യാവശ്യം മാംഗോസ്റ്റിൻ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതാ എനിക്ക് ഫേവറേറ്റ് ആണ് ഈ സെക്ഷൻ, പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു. നിയർ ബൈ തന്നെയാണ് മൊണാലിസ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ. ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഇവരുടെ വേറൊരു ഷോപ്പുണ്ട് നിയർ ബൈ തന്നെ കരുനാഗപ്പള്ളിയിൽ, അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഓൾറെഡി ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഈ മണി പ്ലാന്റ്സ് ഇങ്ങനെ കിളിപ്പിച്ചേക്കുന്നത് കണ്ടത്. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ഒരു ആംബിയൻസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ആംബിയൻസ് കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ആയാലും എല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ പാഴ്സൽ മേടിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ലാൽ കില എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ആൻഡ് പാഴ്സൽ മേടിക്കാൻ എൻ്റെ ഫ്രണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തിരുന്നു. ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ. നാട്ടിൽ കയറി കുറച്ച് സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ മൊണാലിസയിൽ പോയി. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊണാലിസയിൽ പോയതിന് ശേഷം ത്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വന്നു ഇവിടെ ലാൽ കില എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ പാഴ്സൽ മേടിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിക്കാമെന്ന്, വേറെ പണിയില്ലല്ലോ. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് വാട്ട് ഓൾ തിങ് മേടിച്ചു. 2 സാധനം മേടിച്ചു. ഞാൻ ആക്ച്വലി മേടിക്കാൻ ഫേസ് വാഷും കണ്ടീഷണറും ഒക്കെ മേടിക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ആക്ച്വലി മോയ്സ്ചറൈസർ മേടിക്കുമ്പോൾ എമലിൻ അല്ലെങ്കിൽ സെറ്റാഫിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെറ്റാഫിലും ഉണ്ടായിരുന്നില്ല, അതുപോലെ എമലിനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോൺസിൻ്റെ ആണ് എടുത്തത്. ഐ ഷോ വാട്ട് ഓൾ തിങ്സ് ഐ ബോട്ട്. അല്ലേ, നമുക്ക് അത്രയും നേരം ഫ്രീ അല്ലേ. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷോയിങ് യു വാട്ട് ഓൾ തിങ്സ് ഐ ബോട്ട്. എൻ്റെ ഫ്രണ്ട് മേടിച്ചത് മഷ്റൂംസ്, യോഗേർട്ട്, പിന്നെ ലീഫി ഐറ്റംസ് ലെറ്റ്യൂസി ഒക്കെയാണ്.
ഞാൻ മേടിച്ചത് കാണിച്ചു തരാം. ഓക്കെ, ഐ ഗോട്ട് റസ്ക് ഫോർ മൈ ഗ്രാൻഡ് മ. എൻ്റെ ഉമ്മയ്ക്ക് റസ്ക് മേടിച്ചു. ദെൻ ബ്രെഡ്, ദിസ് ഇസ് മൈ ഫ്രണ്ട്സ്. പിന്നെ ലൈക്ക് നീം ഫേസ് വാഷ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഫേസിൽ, അതായത് നമ്മളൊരു സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങിയ ഒരു ടൈം ഉണ്ടാവുമല്ലോ സ്കൂൾ ടൈമിൽ, സോപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു ടൈം, ആ ഒരു ടൈം മുതലേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഫേസ് വാഷാണ് ഈ നീമിൻ്റെ ഫേസ് വാഷ്. ഇതെൻ്റെ ഉമ്മിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പിമ്പിൾസ് ഒന്നും വരില്ല, നമുക്കിത് തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അന്ന് മേ ബി ഒരു 10 വർഷത്തിൻ്റെ മുകളിലുണ്ടായിട്ട് ഇതാവും. അപ്പോൾ അന്ന് ഞാൻ മേടിച്ച ഒരു ഫേസ് വാഷാണ്. എനിക്കറിയത്തില്ല, എനിക്ക് പിന്നീട് അങ്ങനെ പിമ്പിൾസ് ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട് അങ്ങനെ. അത് മേ ബി എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസ് ഉണ്ടാകുന്ന ഒരു നേച്ചർ ആക്നെ പ്രോൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാനങ്ങനെ ഫേസ് വാഷ് ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇത് കാണിക്കാൻ നിന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് അറിയത്തില്ല ഇനി സ്കിന്നിന് പിടിച്ചില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ആൻഡ് ദിസ് ഇസ് സോപ്പ് ഫ്രീ, പാരബൻസ് ഒക്കെ ഫ്രീ ആണ് ഫേസ് വാഷ്. പിന്നെ ഐ ബോട്ട് ദിസ് ടിഷ്യൂ. എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആവശ്യം ഈ ടിഷ്യൂ. കാരണം എനിക്ക് ക്ലോത്ത് യൂസ് ചെയ്യാനൊരു കാരണം നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് നമ്മൾ കഴുകണം, അല്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പം ഞാനത് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് കളയുന്നതാണ് ഇഷ്ടം. അപ്പോൾ ടിഷ്യൂ നമുക്ക് യൂസ് ചെയ്തിട്ട് കളയാലോ. സോ ഐ ബോട്ട് ടിഷ്യൂ. ആൻഡ് പിന്നെ സോപ്പ് മേടിക്കണമെന്ന് പറഞ്ഞു. സോ ഐ ബോട്ട് ഡെറ്റോൾ. എൻ്റെ വാപ്ഷ പറഞ്ഞു സോപ്പ് മേടിക്കണം, സോപ്പ് മറക്കരുത് എന്ന് പറഞ്ഞു. സോ ഐ ബോട്ട് ഡെറ്റോൾ. എനിക്കറിയത്തില്ല വാപ്ഷയ്ക്ക് ഡെറ്റോൾ ഇഷ്ടപ്പെടുമെന്ന്. സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ജേംസ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. ഐസി കൂളിൻ്റെ ഡെറ്റോൾ സോപ്പാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ദിസ് ഈസ് ദി മോയ്സ്ചറൈസർ ഐ ബോട്ട്. നോൺ സ്റ്റിക്കി ഫ്രഷ് ജെൽ ഹൈഡ്രേറ്റഡ് ഗ്ലോ സൂപ്പർ ലൈറ്റ് ജെൽ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പും ഉണ്ട്, അതായത് ക്രീം വരുന്ന വൈറ്റ് ക്രീം. അതെനിക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ടാണ് ഐ ബോട്ട് ദിസ് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ കണ്ടീഷണർ. ഐ ബോട്ട് ദിസ് റീസ്റ്റോറിങ് കണ്ടീഷണർ, ലോറിയൽ പാരിസ് ടോട്ടൽ റിപ്പയർ റീസ്റ്റോറിങ് കണ്ടീഷണർ. ഇത് ഇത്രയൊക്കെയാണ് മേടിച്ചത്. എനിക്കറിയാം യു വോണ്ട് ബി ലൈക്കിംഗ് ദിസ്, ബട്ട് എനിക്ക് സമയമുണ്ട് ഗൈസ്. ഫുഡ് കിട്ടുന്നവരെ നമ്മൾ ചുമ്മാ ഇരിക്കണ്ടേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ ഫുഡിൻ്റെ ആയിരിക്കണം അത്രയും താമസിച്ചത്. അതെല്ലാം ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും താമസിച്ചത്. ഞാൻ അവിടെ ഇരുന്നിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുകയും വേണമായിരുന്നു. ഞാൻ ഇറങ്ങി അകത്തേക്ക് ചെന്നതുമില്ല. അവിടെ ഇരുന്ന് പിന്നെ ഞാൻ FM ഒക്കെ ഇട്ടു. റേഡിയോയിലെങ്കിലും പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെയും ബോറടിച്ചു. പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് അവിടെ. എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. ഇത്ര നേരമായി. ഇതിലും നല്ലത് അവിടെ ഇരുന്ന് കഴിക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കാറിൽ ഇരിക്കുന്ന ടൈമിൽ ഫ്രണ്ട് പോയിട്ട് ഇങ്ങനത്തെ ലൈക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. ഇതാണ് അപ്പോൾ ലാൽ കില റെസ്റ്റോറൻറ്റ്. ഫുഡ് നല്ലതായിരുന്നു, ബട്ട് കുറച്ച് ലേറ്റായി കിട്ടിയപ്പോൾ. അത് മേ ബി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. ഇതായിരുന്നു എൻ്റെ ഒരു സൺഡേ ഈവനിങ്. ഇറ്റ് വാസ് ലൈക്ക് ഫൺ. നമ്മൾ പോയി പർച്ചേസ് ഒക്കെ ചെയ്തു. ആൻഡ് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിരുന്നു. അവിടെ ഒരു ബേബി ഉണ്ട്, സിസ്റ്ററിൻ്റെ ബേബി ഉണ്ട്. അപ്പം കുഞ്ഞിനെ കാണാനായിട്ട് കയറി. അതൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഫുഡ് കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.